സേതുവിൻ്റെ പല്ലവിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയിൽ രാജലക്ഷ്മി പൊന്നുമടത്തിലേക്ക് വരുവാണ്. രാജലക്ഷ്മിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രനൊന്ന് ഒരു പതർച്ച ഉണ്ടായിരുന്നു. എന്തിനാ ഏതാ വന്നതെന്നൊന്നും അറിയില്ലോ. പിന്നീട് ഇന്ദ്രൻ രാജലക്ഷ്മിയെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി ചെന്നു. ഈ സമയത്ത് പൂർണ്ണിമയൊക്കെ അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. പൂർണ്ണിമ ചോദിച്ചു, ഇതാര്? രാജലക്ഷ്മിയോ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും രാജലക്ഷ്മി പറഞ്ഞു, അതെ, ഋതു ഗർഭിണിയായിട്ടിരിക്കുമല്ലേ, അപ്പോൾ ഋതുവിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടായിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടോണ്ടാണ് ഋതു അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. ഋതുവിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല രാജലക്ഷ്മി അവിടേക്ക് വന്നത്. ആ സമയത്ത് പൂർണ്ണിമ പറഞ്ഞു, ഋതു നിന്നെ കാണാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഋതു പറഞ്ഞു, എന്നെ കാണാൻ എന്തിനാ വരുന്നേ? എന്നെ കാണാൻ ആരും വരേണ്ട കാര്യമൊന്നുമില്ല. അതിന് ഞാനൊരു കാഴ്ച വസ്തു ഒന്നും അല്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും രാജലക്ഷ്മി പറഞ്ഞു, മോളെ നീ ഗർഭിണിയല്ലേ, അപ്പോൾ പിന്നെ നിന്നെ കാണാനായിട്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരണ്ടേ? എൻ്റെ മകൻ്റെ കുഞ്ഞല്ലേ നിൻ്റെ വയറ്റിലുള്ളതെന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഋതുവിന് നല്ല ദേഷ്യമായി. ഋതു പറഞ്ഞു, മകൻ്റെ കുഞ്ഞ് എന്നെ കൊണ്ടൊന്നും കൂടുതലൊന്നും പറയിപ്പിക്കരുതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും രാജലക്ഷ്മി പറഞ്ഞു, നീ എത്ര പറഞ്ഞാലും അതൊരു സത്യം തന്നെയാണ്, അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ഋതുവിന് കട്ടക്കലിപ്പായിരുന്നു. ഋതു ഇന്ദ്രനെ ഒന്ന് നോക്കുകയാണ്. ഇന്ദ്രൻ പറഞ്ഞു, അമ്മ അവൾ അങ്ങനെയൊക്കെ പറയും, അമ്മയൊന്നും മൈൻഡ് ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ഭയങ്കരമായിട്ട് സോപ്പിടുവാണ് രാജലക്ഷ്മിയെ. അപ്പോഴേക്കും അച്ചു ഓർത്തു, എന്തൊക്കെയോ കാര്യങ്ങളുണ്ടല്ലോ ഈ വരവിന് പിന്നിൽ, ഒന്നുമില്ലാതിരിക്കില്ല, എന്താ ഏതാന്ന് അറിയത്തില്ല. ഒരു കാരണമില്ലാതെ ഇപ്പം ഇന്ദ്രൻ്റെ അമ്മ ഇങ്ങോട്ടേക്ക് വരത്തില്ല. പിന്നീട് രാജലക്ഷ്മി പറഞ്ഞു, അല്ല എത്ര നാളെന്ന് വെച്ചാൽ ഇവിടെ നിൽക്കുന്ന ഇന്ദ്രനെ, അപ്പം ഇന്ദ്രനെ ഋതുവിനെയും കൂടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാമെന്നാ ഞാൻ വിചാരിച്ചിരിക്കണേന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ പൂർണ്ണിമ പറഞ്ഞു, എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല കൊണ്ടുപോകുന്നതിനെ കൊണ്ട്, പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവള് ഋതു വരാൻ തയ്യാറാകണം, എനിക്ക് സമ്മതം അവളെ എപ്പോഴാണെങ്കിലും പറഞ്ഞു വിടാനെന്ന് പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പോൾ ഋതുവിനങ്ങ് ദേഷ്യമായി. ഋതു പറഞ്ഞു, അവിടേക്ക് ഞാൻ പോവാനോ? എന്തായാലും ഞാൻ പോകാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. ആ സമയത്ത് രാജേഷ് പറഞ്ഞു, അങ്ങനെ പറയരുത് മോളെ, എത്ര നാളെന്ന് വെച്ചാൽ ഇന്ദ്രന് നീ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ പൂർണ്ണിമ പറഞ്ഞു, അതൊക്കെ ഇപ്പോഴല്ല രാജലക്ഷ്മി നോക്കണ്ടേ, നേരത്തെ നോക്കേണ്ട കാര്യങ്ങളായിരുന്നു. നേരത്തെ തന്നെ ഇന്ദ്രനെ ഋതുവിനെ വിളിച്ചുകൊണ്ട് അവിടെ നിർത്തേണ്ടല്ലായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ നിർത്താത്തൊന്നും അല്ലല്ലോ, ഇവർ വരാത്തല്ലേ, കല്യാണം കഴിഞ്ഞ് രണ്ടാം പൊക്കം ഇന്ദ്രനെ വിളിച്ചുകൊണ്ട് ഋതു ഇങ്ങോട്ടേക്ക് പോകുന്നതല്ലേ, അല്ലെങ്കിലും പെറ്റ തള്ളയെ വേണമെന്നൊന്നും അവനില്ല, അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു, സ്വന്തം പെറ്റ തള്ളയെ മതിക്കുന്നില്ല അവന്, പിന്നെയാണ് ബാക്കിയുള്ളവരെ, അവൻ്റെ സ്വഭാവം നന്നായിട്ട് എനിക്ക് മനസ്സിലായി, ഇവൻ്റെ കുഞ്ഞിനെ പ്രസവിക്കാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും രാജലക്ഷ്മി പറഞ്ഞു, ഇങ്ങനൊന്നും പറയരുത് മോളെ, ഇതേ മോൾക്ക് വേണ്ടി ഞാൻ എന്തൊക്കെയാണ് കൊണ്ടുവന്നിരിക്കണമെന്ന് നോക്കിയേ, ഞാൻ വീട്ടിലുണ്ടാക്കിയ പലഹാരങ്ങളാണ് എൻ്റെ സ്വന്തം കൈ കൊണ്ട് മോൾക്കായിട്ട് ഞാൻ കൊണ്ടുവന്നാന്ന് പറഞ്ഞു. അതും പറഞ്ഞുകൊണ്ട് ഒരു നെയ്യപ്പെടുത്തം കൂടെ കൊടുക്കുവാണ്. ആ സമയത്ത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഋതുവിന്. ഋതു അതും കൂടെ മേടിച്ചിട്ട് ഒറ്റ ഏറ് വെച്ച് കൊടുക്കണം. പലഹാരം പൊതിഞ്ഞ് കെട്ടി വന്നിരിക്കുന്നു, നാണമുണ്ടോ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാൻ ഇതും പൊതിഞ്ഞ് കെട്ടിക്കൊണ്ട്? അപ്പോഴേക്കും രാജലക്ഷ്മിക്ക് ദേഷ്യമായി. നീ എന്താടി കാണിച്ചെന്ന് ചോദിച്ചു. പൂർണ്ണിമ പറഞ്ഞു, ഋതു നീ കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ, ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ആ സമയം രാജലക്ഷ്മി പറഞ്ഞു, നിന്നെപ്പോലെ ഒരുത്തി വീട്ടിലുണ്ട് പാറു, അവൾ നല്ല അച്ചടക്കത്തിൽ തന്നെയാണ് വീട്ടിൽ നിൽക്കുന്നത്, അവൾ വന്നതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളുണ്ടായെന്നറിയാവോ? അതുപോലെ തന്നെ വന്നവളല്ലേ നീയും, വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് നീ അവിടുന്ന് ഓടിപ്പോന്നു, എന്നിട്ട് എന്തായി? എടി ഇതിനേക്കാളും നല്ല സുഖത്തിലും സന്തോഷത്തിലുമാണ് അവിടെ അവൾ നിൽക്കണേന്ന് പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പം സഹിക്കാൻ പറ്റില്ല ഋതുവിന്. ആയിക്കോ, എന്ത് വേണമല്ലോ ആയിക്കോ, പക്ഷേ ഇതും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരേണ്ട കാര്യമൊന്നുമില്ലെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് കിടന്ന് ദേഷ്യപ്പെട്ടു. രാജലക്ഷ്മി പറഞ്ഞു, എന്താണെങ്കിലും ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല പൂർണ്ണിമേ, ഞാൻ പോയേക്കുക, മോളോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക, ഒന്നുമല്ലെങ്കിലും അധികം വൈകാതെ തന്നെ അവളൊരു അമ്മയാൻ പോവല്ലേ, ഈ ദേഷ്യം ഇതൊക്കെ വെച്ചുകൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവൾ ഗുണം പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ഋതു പറഞ്ഞു, നിങ്ങൾ കൂടുതൽ കിടന്ന് ചലിക്കാതെ പോകാൻ നോക്കുമെന്നും പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മിയെ ചീത്ത പറഞ്ഞു. രാജലക്ഷ്മി പിന്നെ കൂടുതലൊന്നും പറഞ്ഞില്ല, അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ്. അപ്പോഴേക്കും പല്ലവി പറഞ്ഞു, എന്താ ഋതു നീ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് ചോദിച്ചു. പിന്നെ ഇങ്ങനെ പെരുമാറാതെ ഞാൻ എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം? അവരിങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ ഞാൻ അവരോടൊപ്പം പോകുന്നോ? അവർ ചെയ്തതൊക്കെ എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം, അവരും അവരുടെ മകനും കൂടെ ചേർന്നിട്ട് എൻ്റെ ജീവൻ നശിപ്പിച്ച്. അതും പറഞ്ഞ് ഋതു ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറിപ്പോയി. ഋതുവിന് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നത്. ഇന്ദ്രനാണെങ്കിലോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തൻ്റെ അമ്മയെ നാണം കെടുത്തി. ഇന്ദ്രനാണെങ്കിൽ രാജലക്ഷ്മിയെ കൊല്ലാൻ വരെ നോക്കിയതാ, പക്ഷെ അതൊന്നും അവന് പ്രശ്നമല്ല. ഇത് ഋതു ദേഷ്യപ്പെട്ടത് അവനൊട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഋതുവിനാണെങ്കിൽ ഭ്രാന്ത് പിടിച്ച മട്ടിലുമായിരുന്നു. പിന്നീട് സേതുവും പല്ലവിയും കൂടെ മേലെടുത്ത് വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്തും അവരൊക്കെ അങ്ങോട്ടേക്ക് അന്നത്തെ ദിവസം വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്തും അതുപോലെ നകുലനും സുഭദ്ര അവരൊക്കെ അമ്മാവനും ശ്രീകാന്തിൻ്റെ അമ്മായി എല്ലാവരും കൂടെയാണ്
മേലെടുത്ത് വീട്ടിലേക്ക് വരുന്നത്. ഒരു വലിയ സ്വീകരണം തന്നെയായിരുന്നു വേണുഗോപാൽ കൊടുത്ത്. കയറി വാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പിന്നീട് കുറച്ച് കഴിയുമ്പോഴത്തേനും മയൂരിയെ വിളിച്ചു. മയൂരി വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു. ശ്രീകാന്തിൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഇഷ്ടപ്പെട്ടു. മോളിങ്ങോട് വന്നേന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിടിച്ചിരുത്തി സംസാരിക്കുന്നൊക്കെ ഉണ്ട്. പിന്നീട് പറഞ്ഞു, എന്താണെങ്കിലും എൻ്റെ ശ്രീകാന്ത് കണ്ടെത്തിയ പെണ്ണിനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പോകുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ വിവാഹം നടത്തിയേക്കാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ മയൂരിക്ക് ശ്രീകാന്തിനൊക്കെ സന്തോഷമായി. ഇനിയിപ്പോൾ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. അപ്പോഴേക്കും വേണുഗോപാൽ പറഞ്ഞു, അതെ, എനിക്കൊരൊറ്റ മോള, എനിക്കുള്ളതെല്ലാം ഇവൾക്കാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇനിയിപ്പോൾ ആ കാര്യത്തിലൊരു സംശയം വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ ശ്രീകാന്തിൻ്റെ അമ്മാവൻ്റെ മുഖം അങ്ങ് തെളിയുന്നുണ്ടായിരുന്നില്ല. കാരണം ഇതിനു മുമ്പ് ഒരു തവണ നാണം കെട്ട് പോയതല്ലേ. അത് മാത്രമല്ല ഇവരെ വിളിച്ചിട്ട് പോയതാ. അപ്പോൾ അതിൻ്റേതായ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ അയാൾക്കുണ്ടായിരുന്നു. അയാളുടെ മുഖഭാവത്തിൽ നിന്ന് അത് വ്യക്തമാകുന്നുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അതൊന്നും ശ്രീകാന്തിൻ്റെ അച്ഛനും അമ്മയോ അവരൊന്നും അത് കാര്യമായിട്ട് എടുത്തതുമില്ല. അല്ലെങ്കിലും അയാളെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ശ്രീകാന്തിന് ഇഷ്ടപ്പെട്ട പെണ്ണാണ് മയൂരി. അപ്പോൾ അവർ തമ്മിൽ വിവാഹം നടത്താനായിരുന്നല്ലോ ശ്രമിക്കേണ്ടത്. അങ്ങനെ കല്യാണമൊക്കെ ഉറപ്പിച്ചതിന് ശേഷം സന്തോഷകരമായിട്ട് അവർ പിരിയാണ്. പിന്നീട് സേതുവും പലരും വീട്ടിലേക്ക് വരുന്നുണ്ട്. ഈ സമയത്ത് ഇന്ദ്രൻ പ്രതാപനെ കണ്ടു പറഞ്ഞു, പ്രതാപ, ആ കല്യാണം നടക്കാൻ പാടില്ലായിരുന്നു. ആ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനു മുമ്പ് ശ്രമിച്ചത്. ഓ, എന്തൊക്കെ വേഷം കെട്ടൽ നടത്തി, ഒടുവിൽ എന്തായി? ഇത് കേട്ടപ്പോൾ പ്രതാപൻ പറഞ്ഞു, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ആ ശ്രീകാന്തിൻ്റെ മയൂരിയുടെ വിവാഹമല്ലേന്ന് ചോദിച്ചു. അത് മുടക്കാൻ ശ്രമിച്ചിട്ട് അത് നടന്നില്ല. ഇന്ദ്രൻ അതിൻ്റെതായ ഒരു ദേഷ്യ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. ഇന്ദ്രൻ പറഞ്ഞു, നീ കണ്ടോ പ്രതാപ, അധികം വൈകാതെ എന്തേലുമൊക്കെ നടക്കുമെന്ന് പറഞ്ഞു. പ്രതാപൻ ചോദിച്ചു, എന്ത് നടക്കുമെന്ന്? നിനക്ക് എന്നെക്കുറിച്ച് ശരിക്കും അറിയത്തില്ലാത്തതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയണേ. അധികം വൈകാതെ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കും. ഇന്ദ്രൻ ആ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു മനസ്സിൽ. പിന്നീട് കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രൻ എന്ത് ചെയ്തു? മുറിയിലേക്ക് കയറി ചെല്ലുവാണ്. ആ സമയം ഋതു മുറിയിലുണ്ടായിരുന്നു. ഇന്ദ്രനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഋതുവിന് ഭയങ്കര ദേഷ്യമായി. ഋതു ചോദിച്ചു, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിച്ചു. എന്താടി, എനിക്ക് എൻ്റെ മുറിയിലേക്ക് വന്നുകൂടെ? നിന്റെ മുറിയോ? അതങ്ങ് ഇന്ദ്രപ്രസ്ഥത്തിൽ എന്ന് പറഞ്ഞാൽ മതി. ഇത് പൊന്നുമടത്തിൽ മാധവമ്മനെ പണിയെടുപ്പിച്ച വീടാ, അല്ലാതെ നിന്റെ വീടും മുറിയൊന്നും അല്ലെന്ന് പറഞ്ഞു. അത് നീ മാത്രം അങ്ങ് തീരുമാനിച്ചാൽ മതി, പോരല്ലോ. നിന്റെ ഭർത്താവാ ഞാൻ, അപ്പം ഞാനും കൂടെ തീരുമാനിക്കണ്ടെന്ന് ചോദിച്ചു. ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കായി. അപ്പോഴേക്കുമാണ് പല്ലവി അങ്ങോട്ടേക്ക് വരുന്നത്. പല്ലവി കണ്ടത്. പല്ലവി പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്നു. എന്താ അറിയൂ, എന്തിനാ ഈ ഒച്ചപ്പാടും വെള്ളം ഉണ്ടാക്കുന്നേ? ഇതേ എന്നോട് ഡോക്ടർ പ്രത്യേകം ഒരു കാര്യം പറഞ്ഞിട്ടില്ലേ, സ്ട്രെസ്സൊന്നും കൊടുക്കരുതെന്ന്. നിന്റെ ആരോഗ്യം അത്ര ശരിയല്ലാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഋതു പറഞ്ഞു, പിന്നെ ഇവൻ പറയുന്നത് കേട്ടോ, ഇവൻ പറയുന്നതെല്ലാം കേട്ടിട്ട് ഇവനോടൊപ്പം ഞാൻ നിൽക്കണമില്ല, അതൊരിക്കലും നടക്കുന്ന കാര്യമല്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു, നീ എന്തൊക്കെയാടി എൻ്റെ അമ്മ ഒന്നും പറഞ്ഞ് എൻ്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ താല്പര്യമില്ലെന്ന്. നീ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ കുഞ്ഞിനെ നീ പ്രസവിക്കൂടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും സേതുവും കൂടെ അങ്ങോട്ടേക്ക് വന്നു. ഋതു പറഞ്ഞു, നമുക്ക് കാണാടാ, നിൻ്റെ കുഞ്ഞിനെ ഞാൻ പ്രസവിക്കൂലേ, നല്ല കഥയെ, അത് ഞാൻ രണ്ടാമതൊന്നും കൂടെ ജനിക്കണമെന്ന് പറഞ്ഞു. നീ എന്താടി പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പോഴേക്കും സേതു പറഞ്ഞു, ഋതു നീ ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു, പറയുമോ, ഇവളുടെ കർണക്കുറ്റി നോക്കി രണ്ടെണ്ണം കൊടുക്കുകയുണ്ട്, ഒറ്റ എണ്ണം ഇട്ട് കൊടുത്താലെന്ന് പറഞ്ഞ് കൈ ഓങ്ങിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും സേതു ഇന്ദ്രൻ്റെ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു. ആ സമയത്ത് ഋതു ഒട്ടും മടിച്ചില്ല. ഋതു അവിടെ ഇരുന്ന് ഫ്ലവർ വേസ് ഉണ്ടായിരുന്നു, അതെടുത്തിട്ട് ഇന്ദ്രൻ്റെ തലക്കിട്ട് അടിക്കാനായിട്ട് ഓങ്ങുവാണ്. അപ്പോഴേക്കും പല്ലവി കയറി ഋതുവിനെ പിടിക്കുവാണ്. പക്ഷേ ആ സമയത്ത് ഋതു അത് വെച്ച് ഒരൊറ്റ ഏറ് കൊടുത്തു. ഭാഗ്യത്തിന് ഇന്ദ്രൻ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അവൻ ദേഹത്തെ കൊണ്ടുള്ള അവൻ താഴേക്കും കൂടെ വീടുവാണ്. പക്ഷെ അതോടുകൂടി അത്ര സ്ട്രെയിൻ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഋതു പെട്ടെന്ന് ആ ബെഡയിലേക്ക് ബോധം കെട്ട് വീഴുവാണ്. ഒരു നിമിഷം സേതുവും പല്ലവി എല്ലാവരും ഞെട്ടിപ്പോയി. കാരണം അവർക്ക് എന്താ സംഭവിച്ചെന്ന് പോലും മനസ്സിലായില്ല. സേതു ഓടി വന്നിട്ട് ഋതു എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പക്ഷേ ഋതു ആണെങ്കിൽ ഉണർന്നില്ല. പല്ലവി ഓടി നിന്ന് കുറച്ച് വെള്ളമൊക്കെ മുഖത്ത് ഒളിച്ചു. പിന്നീട് സേതുവിനോട് പറഞ്ഞു, സേതുവേട്ടാ എത്രയും പെട്ടെന്ന് ഇവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. കാരണം ഈ പറയുന്ന പല്ലവിക്കൊക്കെ അറിയാം ഋതുവിൻ്റെ ബോഡി എത്ര വീക്കാണ്. അവൾക്കാണെങ്കിലോ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒന്നാമത്തെ കാര്യം, നേരെ ജോവേ ഫുഡ് കഴിക്കുന്നില്ല, മെഡിസിനും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല, സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കൂടുതലാണ് താനും. അങ്ങനെ ഋതുവിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഋതു ഒരു കുഞ്ഞിന് ജന്മം നൽകും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ. അപ്പം മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.